അജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ വന്ന കൂടിയ ആളുകളാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. അന്ന് തന്നെ മരണത്തെ സംബന്ധിച്ച് പലവിധ വർത്തമാനങ്ങൾ കേൾക്കാനിടയായി. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന സമയം ഒരു പൊതുപ്രവർത്തകയുടെ വീടുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ആ ജനങ്ങളുടെ പ്രതികരണത്തോടൊപ്പം ചേരാത്ത ഒരു നിലപാട് അന്ന് നമ്മളെല്ലാം സ്വീകരിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഇതിന്റെ ഗൌരവം ജനങ്ങളുടെ ആശങ്കയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാം അനുമാനിക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ വളരെ ഗൌരവമായും നിഷ്പക്ഷമായും നീതിപൂർവമായും നടത്തണമെന്നതാണ് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് എന്ന് ഇവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്കെല്ലാം നേരിട്ട് ബോധ്യമായതാണ്. ഞാനും അതിനോടൊപ്പമാണ്. ഈ നാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ രക്ഷകർത്താക്കൾ അമ്മയും അച്ഛനും, അച്ഛനെന്ന് പറയുമ്പോൾ നമ്മളുമായി വളരെ അടുത്ത കുടുംബ ബന്ധമുള്ള പൊതുപ്രവർത്തകനായി ദീർഘനാൾ പ്രവർത്തിച്ചിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അജിത്തിന്റെ അച്ഛൻ ശ്രീ മാധവൻപിള്ള. അവരുടെ ആശങ്കകൾക്ക് എന്താണ് വസ്തുത എന്നുള്ള പരിശോധന നടത്തണമെന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരോടും എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്നതായി എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ പോലീസിന്റെ എൻക്വയറിയിൽ തന്നെ സംശയം പറയുന്നു നാട്ടുകാരും മെമ്പർ ഉൾപ്പെടെ. അവർക്ക് വേണ്ട വിധത്തിൽ ആ നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിലും കൂടെ ഒരു എൻക്വയറി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും വട്ടപ്പാറ പോലീസ് സ്റ്റേഷന് പുറത്ത് ഒരു അന്വേഷണം നടത്തണമെന്നും എസ്പിയോട് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്പോ ഇതില് ഈ അന്നൊക്കെ നാട്ടുകാർ പറഞ്ഞൊരു ആരോപണം, ഇവര് ആ വീട്ടിൽ അമ്മയും അച്ഛനും ഒരു മകനും മാത്രമാണുള്ളത്. പുറത്തുനിന്ന് എന്തെങ്കിലും ഈ നാട്ടുകാരുടെ എന്തെങ്കിലും സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അല്ല, അത് എന്താണ് അന്വേഷണത്തിന് മനസ്സിലാക്കാൻ കഴിയൂ. പരിസരവാസികളും പൊതുപ്രവർത്തകരും ഒരുപോലെ പറയുന്നത് രാത്രി പലരും അവിടെ ബൈക്കിൽ വന്നുവതായി, ബൈക്കിന്റെ ശബ്ദം കേട്ടതായിട്ടും അതിനുശേഷമാണ് രാവിലെ 5 മണിയോടുകൂടി വിവരം പുറത്തു വരുന്നതും എന്നുള്ളതാണ് ഇന്നലത്തെ രക്ഷകർത്താക്കളുടെ സ്റ്റേറ്റ്മെന്റിലും ബിനു അടക്കമുള്ളവരുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടുകൂടി ആയിരിക്കാം ഈ സംഭവം നടന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഒരു രക്ഷകർത്താവിന്, സ്വന്തം പിതാവിന് ഒരു മകൻ അടിച്ചു കൊലപ്പെടുത്തിയെന്ന് എത്ര പ്രചരിപ്പിച്ചാലും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കുടുംബ പശ്ചാത്തലമല്ല ഈ അജിത്തിന്റെ കുടുംബ പശ്ചാത്തലം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള രീതി നടക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് ചിന്തയിൽ വരും. അപ്പം അതുകൊണ്ട് അവിടെ പൂച്ചയെ അടിക്കാൻ വച്ചിരുന്ന ചെമ്പരത്തിയുടെ കമ്പുകൊണ്ട് ഒരാളിനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. മാരകമായ ആയുധങ്ങൾ, ആ മുറിവുകളെ സംബന്ധിച്ച് വരുന്ന വിവരങ്ങൾ എല്ലാം കാണുമ്പോൾ അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതിന് നമുക്കാർക്കും തർക്കിക്കാൻ പറ്റില്ല. എന്തായാലും അതിനെ സംബന്ധിച്ച് ഉള്ള ആശങ്കയ്ക്കനുസരിച്ച് ഇപ്പം വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഗൌരവത്തിൽ ഇടപെട്ടില്ലെന്ന് ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ആശങ്ക ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ, ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തും. ഒരു മറ്റൊരു കാര്യം, പോലീസിനെതിരെ നിരന്തരം ഇങ്ങനെ ആക്ഷേപം വന്നു. ഇന്നലെ തന്നെ ഗർഭിണിയായ ഒരു യുവതിയെ കരണത്തടിക്കുന്ന ദൃശ്യവും അതിന് പിന്നാലെ നടപടിയൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി. ഇത്തരത്തിൽ സർക്കാരിന്റെ കാലത്ത് പോലീസ് നടപടി ഇപ്പൊ ഈ അജിത്തിന്റെ കേസിലായാലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ പോലീസിൽ ഇല്ലേ? അങ്ങനെ നാട്ടുകാർ പറയുന്നതിൽ അത് ഇന്നലത്തെ സംഭവം തന്നെ നിങ്ങൾ കണ്ടില്ലേ? മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താ? അത്തരം സംഭവം നടന്നോ നടന്നില്ലയോ എന്നുള്ള കാര്യം ദൃശ്യമാധ്യമങ്ങളുടെ പുറത്തു വന്നപ്പോൾ തന്നെ നടപടിക്ക് ശുപാർശ ചെയ്യുകയാണ് ചെയ്തത്. നടപടി എൻക്വയറിയാണ്. ഒരു വിഷയത്തിൽ പോലും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്നുള്ളത് നിരവധി സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും.
നടിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ വിഷയത്തിലും ഗവൺമെന്റ് എന്താണ് നിലപാടെടുത്തത്? അപ്പീൽ പോകാനാണ് ഗവൺമെന്റ്. അതിനൊന്നും ഒരു മണിക്കൂർ പോലും ആലോചന നടത്താതെ തന്നെ വ്യക്തതയോടുകൂടിയ നിലപാട് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും, നിങ്ങൾ അറിയേണ്ടുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് തടവുകാരായി കഴിയുന്നവരെ മോചിതമാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ജയിൽ അധികൃതർ നൽകിയിട്ടുള്ള ശുപാർശകൾ ക്യാബിനറ്റ് നിഷ്കരണം തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതിയാണ് അത്തരം ആളുകൾക്ക് മോചനം കൊടുക്കാനുള്ള ശുപാർശ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോഴും ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് കുട്ടികളോടും സ്ത്രീകളോടും അതിക്രമം കാട്ടിയവരോട് ഒരു തരത്തിലുമുള്ള അവരുമായി സന്ധി ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വേണമെങ്കിൽ വിമർശിക്കാമെങ്കിലും ആത്മാർത്ഥതയെ നമുക്കാർക്കും ചോദിക്കാൻ കഴിയില്ല.